അത്ര പ്രാചീനമായൊരു സംസ്കൃതിയാണ്. അതുപോലുണ്ടായിരുന്നവ കാലഗതിയിൽ നശിച്ചു. എന്തുകൊണ്ട് ഈ സനാതനധർമ്മം നശിച്ചില്ല? ഇത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മൾ പല പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പ്രീ ക്രിസ്ത്യൻ റോമ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, ഈ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ഇങ്കോ മായൻ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. പ്രാചീന സംസ്കാരങ്ങൾ, ബബലോണിയൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാം, പലതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ അത്തരം പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രദേശത്ത് ഒരു വിദ്യാർത്ഥി പോയി പരിശോധിച്ചാൽ സജീവ സാന്നിധ്യം കാണാൻ കഴിയില്ല. ആകെക്കൂടി നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. കുറെ ക്ഷയം പറ്റിയിട്ടുണ്ട്, കുറെ അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട്, ശരിയാ, എങ്കിലും നിലനിൽക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള മാസ്മരികത? പറയട്ടെ. മറ്റൊരു പ്രദേശത്തും ഇല്ലാതിരുന്ന സവിശേഷതയാർന്നൊരു പ്രസ്ഥാനം ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നു. ഏതാണ് ആ പ്രസ്ഥാനം? മറ്റൊന്നല്ല, കുടുംബം. ശ്രദ്ധിക്കുക, കുടുംബം. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ, അമ്മിഞ്ഞ പാലിനോടൊപ്പം ആശയങ്ങളും ആദർശങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ. ഈ കുടുംബ വ്യവസ്ഥയാണ് നമ്മുടെ ധർമ്മത്തെ, സംസ്കൃതിയെ സംരക്ഷിച്ചത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കേൾക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെയധികം ശിഥിലമായി കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ 970കളിൽ 5-10% ഡിവോഴ്സുകൾ നടന്നിരുന്നത്. ഇന്ന് 35%. 40 വർഷം കൊണ്ട് വർദ്ധിച്ചത് 30% ഡിവോഴ്സുകളാണ്. ചിന്തിക്കുക, അതിഭീകരമാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുക. കുടുംബത്തിന്റെ സ്നേഹബന്ധം. കുടുംബം നിലനിന്നാൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ. അല്ലാണ്ട് പുസ്തകങ്ങളിലൂടെ നിലനിൽക്കില്ല, പ്രഭാഷണങ്ങളിലൂടെ നിലനിൽക്കില്ല. അത് കുടുംബത്തിലൂടെയേ ഉള്ളൂ. അതുകൊണ്ട് ധർമ്മം നിലനിൽക്കണോ? കുടുംബത്തെ നിലനിർത്തൂ. സാന്ദർഭികമായി പറയട്ടെ, ധർമ്മശബ്ദവും കുടുംബശബ്ദവും ഒരേ അർത്ഥമാണ്. കുടുംബശബ്ദത്തിന്റെ അർത്ഥം കുടുംബയതി ഇത് കുടുംബം എന്നാണ്. അതായത് ഒന്നിച്ച് ചേർക്കുന്നതെന്തോ അതാണ് കുടുംബം. കുടുംബ ധാരണെ എന്നുള്ള പാണിനീയത്തിലെ ചുരാതി ഗണത്തിലെ ധാതുവിൽ നിന്നാണ് കുടുംബശബ്ദം ഉണ്ടാവുന്നത്. അപ്പൊ കുടുംബയതി, ഒന്നിച്ച് ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്തോ അതാണ് കുടുംബം. ധർമ്മം എന്ന് പറഞ്ഞാലും അത് തന്നെയാ. ധാരണേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ധർമ്മശബ്ദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തെ ശ്രദ്ധിക്കുക. ഒന്ന് മാത്രം പറയട്ടെ, ഒന്ന് മാത്രം. വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണമെങ്കിലും ഒന്ന് കഴിക്കുക. വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് സന്ധ്യാസമയത്ത് നാമം ജപിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേണ്ടെന്നല്ല പറഞ്ഞ, അത് വേണം, നിർബന്ധമാണ്. പക്ഷെ ഇതെങ്കിലും ഒന്ന് ചെയ്യോ? വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതെപ്പോഴാ, എങ്ങനെയാ? പല കുട്ടികളും പറയുന്നു, സ്വാമി ഞാൻ അച്ഛനെ കണ്ടിട്ട് കാലങ്ങളായി. അതെ, അമ്മയെ കണ്ടിട്ട് കാലങ്ങളായി. അമ്മ തൊഴിലിന് പോവുക, എന്നെ നോക്കാൻ തൊഴിലിന് ആളെ വെച്ചിരിക്കുക. അമ്മ തൊഴിലിന് പോവുക, എന്നെ നോക്കാൻ തൊഴിലിന് ആളെ വെച്ചിരിക്കുക. കുട്ടികളുടെ നൊമ്പരങ്ങൾ, കുടുംബങ്ങളുടെ തകർച്ചകൾ ഭീകരമാണ്. അതുകൊണ്ട് കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഈ ധർമ്മത്തെ നിലനിർത്തൂന്ന് മനസ്സിലാക്കുക. ഏതായാലും സവിശേഷതയാർന്ന കുടുംബ സങ്കല്പമാണ് നമ്മെ സംരക്ഷിച്ചു നിർത്തിയത് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. മറ്റെന്തെങ്കിലും